ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രീ എൻഡ് ഓഫ് എ ക്വാർട്ടർ ഓഫ് എ സർക്കുലർ cantilever beam if it is loaded by load P at a mid span. Okay, P acting vertically downward. Radius of the circle is R. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫിഗർ എങ്ങനെ വരും? ഇങ്ങനെയാണ് വരുന്നത്. എന്തുവാ പറഞ്ഞിരിക്കുന്നത്? ഡിഫ്ലക്ഷൻ എടുത്ത് ഫ്രീ എൻഡ് ആണ് കണ്ടുപിടിക്കാൻ വരച്ചിരിക്കുന്നത്. അതായത് അറ്റ് പോയിന്റ് ബി ആണ് നമ്മളിപ്പം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ടത്. അത് മാത്രമല്ല പറഞ്ഞിട്ടുണ്ട് ലോഡ് പി ഈസ് ലോഡഡ് അറ്റ് ദ മിഡ് സ്പാൻ ഓഫ് ദ ബീം. അതായത് ഈ എ ബി ബീം ഉണ്ടല്ലോ, ഈ ബീമിൻ്റെ മിഡ് സ്പാനിലായിട്ടാണ് ഈ പി എന്ന് പറയുന്ന ഡൗൺവേർഡ് ലോഡ് ആക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, റേഡിയസ് ഓഫ് ദ സർക്കിൾ തന്നിട്ടുണ്ട് ആർ. ഇതാണ് തന്നിട്ടുള്ളത്. മിഡ് സ്പാൻ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയായി ആംഗിൾ എന്ന് പറയുന്നത് 0 to π/2 ആണ്. ഇത് 0 to π/2. അപ്പോൾ മിഡ് സ്പാനിലാക്കുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? 45 ഡിഗ്രി ആണ്. 45 ഡിഗ്രി എന്ന് പറയുന്നത് π/4 ആണ്. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഡിഫ്ലക്ഷൻ ഷുഡ് ബി ഫൗണ്ട് അറ്റ് ദ ഫ്രീ എൻഡ് ആണ്. അപ്പോൾ ഫ്രീ എൻഡിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവണമെങ്കിൽ ഒരു ലോഡ് ഉണ്ടായാലല്ലേ ഡിഫ്ലക്ഷൻ ഉണ്ടാകത്തുള്ളൂ. അതായത് അറ്റ് പോയിന്റ് ബി ഇവിടെ ലോഡ് ഇല്ല. അപ്പം നമ്മൾ ഇവിടെ ഒരു ഡമ്മി ലോഡാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. കൺസിഡറിങ് ഡമ്മി ലോഡ് പി നോട്ട് അറ്റ് ദ ഫ്രീ എൻഡ് ബി. ഓക്കെ, അപ്പോൾ ഈ സെക്ഷനിൽ നമ്മളൊരു പോയിന്റ് ബീമിൽ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഒരു സെക്ഷൻ വരയ്ക്കുക. ഈ പോയിന്റിന് അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് x1 ആയിട്ടും അതേപോലെ ഈ ഡിസ്റ്റൻസ് y1 ആയിട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് എത്രയാണ്? ഇത് π/4. ഇത് ആൽഫ ആയിട്ടും കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷനും അതേപോലെ തന്നെ ടോർഷണൽ മൊമെൻറ്റ് ഇക്വേഷനും ഈ ഫിഗറിൽ നിന്ന് എഴുതാം. അതായത് ഇപ്പം നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 0 ആൻഡ് π/4 ആണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇത്ര പോർഷൻ. ഓക്കെ, ഇത്ര പോർഷൻ 0 to π/4 വരെയുള്ള പോർഷൻ. അപ്പോൾ അവിടെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഫോമുല എന്താ വരും? മൈനസ് ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ഇവിടെ ഡൗൺവേർഡ് ആയതുകൊണ്ട് ഇവിടെ എന്തായാലും ഹോഗിങ് ഉണ്ടാവാൻ ഹോഗിങ് ഉണ്ടാവും. അപ്പോൾ ഹോഗിങ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ആണ്. അപ്പോൾ മൈനസ് ഓഫ് പി നോട്ട്, ഈ പി നോട്ട് ഇൻറ്റു ആർ. ഓക്കെ, ആർ സൈൻ ആൽഫ. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ പ്രീവിയസ് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെ, പക്ഷേ ഇവിടെ നമ്മൾ ഡമ്മി ലോഡാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ -P0 R സൈൻ ആൽഫ വന്നിരിക്കുന്നത്. അതേപോലെ ടോർഷണൽ മൊമെൻ്റ് എന്ന് പറയുന്നത് P0 R ഇൻറ്റു 1 - cos ആൽഫ. ഓക്കെ ആണല്ലോ. ഇത് നമ്മൾ 0 to π/4 ഉള്ള ലിമിറ്റ്സിനാണ് നമ്മൾ ഇത് എഴുതിയത്. ഇനി നെക്സ്റ്റ് ബിറ്റ്വീൻ π/4 ആൻഡ് π/2, അതായത് ഈ പോർഷനിൽ. ഓക്കെ, ഈ പോർഷൻ എന്നുള്ള ഇതാണ് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത്. അതായത് ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് -P0 ഇതുകൂടെ ആഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. ഓക്കെ, -P0 ഇൻറ്റു ആർ സൈൻ ആൽഫ. ഓക്കെ, ഈ പോർഷനിൽ ഇപ്പം നമ്മൾ, അതായത് ഇതാണ് ഇപ്പം നമ്മൾ ആൽഫ എന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് ആൽഫ മൈനസ് π/4 എന്ന് പറഞ്ഞാൽ ഇത് കിട്ടും. അതായത് നമ്മൾ ഇതിൻ്റെ വിത്ത് റെസ്പെക്ട് ടു ആണ് നോക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മളിവിടെ ആൽഫ മൈനസ് π/4 ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഇതായിരുന്നു കിട്ടിയത്, 0 to π/4 ആണല്ലോ. അപ്പോൾ π/4 to π/2 ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ ഇത് ആൽഫ ആയിട്ട് കൺസിഡർ ചെയ്യുക. ആൽഫ മൈനസ് π/4 ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, മൈനസ് ഓഫ് പി ആർ ഇൻറ്റു സൈൻ ഓഫ് ആൽഫ മൈനസ് π/4. ഓക്കെ, ഇവിടെ ഈ ലോഡാണ് കൺസിഡർ ചെയ്യുന്നത് ഈ പോർഷനിൽ. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ടോർഷണൽ മൊമെൻറ്റും. ഓക്കെ, അതായത് P0 R ഇൻറ്റു 1 - cos ആൽഫ പ്ലസ് PR ഇൻറ്റു 1 - cos ആൽഫ മൈനസ് π/4. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് മൊമെൻറ്റ്സും കിട്ടി, ബെൻഡിങ് മൊമെൻറ്റ്സും കിട്ടി, അതേപോലെ ടോർഷണൽ മൊമെൻറ്റും കിട്ടി. ഇനി നെക്സ്റ്റ് സ്ട്രെയിൻ എനർജി എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക്
സിംപ്ലിഫൈ ചെയ്യാം. സ്ട്രെയിൻ എനർജിയുടെ ഫോമുല എന്താണ്? യു ഈക്വൽ ടു integration of m square divided by 2 EI into ds plus integration of t square divided by 2 GJ into ds. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫ്ലക്ഷൻ ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? du/d/p0. ഇവിടെ p0 വെച്ചിട്ടാണ്, നമ്മുടെ ഡമ്മി ലോഡ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഡിഫറൻഷ്യേറ്റ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, du/dp0 ആണ്, which is equal to integration of, ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ 2m, ഓക്കെ, 2m/2EI വരുമ്പോൾ 2 ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് m/EI മാത്രമാണ് കിട്ടുന്നത്. m/EI ഇൻറ്റു dm/dp0, ഓക്കെ, ഇൻറ്റു ds. സിമിലർലി ഈ ടേം പ്ലസ് t/gj ഇൻറ്റു dt/dp0 ഇൻറ്റു ds. ഓക്കെ, ഇനി നെക്സ്റ്റ് എമ്മും ടിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് dm/dp0 ചെയ്യാം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എം എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയത്? മൈനസ് p0 ഇൻറ്റു ആർ ഇൻറ്റു സൈൻ ആൽഫ മൈനസ് PR ഇൻറ്റു സൈൻ ആൽഫ മൈനസ് π/4. ഓക്കെ, അത് ഡിവൈഡഡ് ബൈ EI. ഇത്രയാണ് നമ്മുടെ എം എന്ന് പറയുന്നത്. ഇനി dm/dp0 എന്ന് പറയുന്നത് ഇത് വിത്ത് റെസ്പെക്ട് ടു p0 ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ടേം മാത്രമേ എടുത്തുള്ളൂ, ഇത് 0 ആയിപ്പോവും. അപ്പോൾ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? മൈനസ് ആർ സൈൻ ആൽഫ ആണല്ലോ. എന്നിട്ട് ds എന്ന് പറയുന്നത് r ഇൻറ്റു ഡി ആൽഫയാണ്. അപ്പോൾ ഈ ടേം നമ്മൾ എഴുതി. ഇനി നെക്സ്റ്റ് ഈ ടേം ആണ് എഴുതേണ്ടത്. ഈ ടേം എഴുതുമ്പോൾ എന്താവും? പ്ലസ് ഇവിടെ ലിമിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ ലിമിറ്റ്സ് എത്രയാണ് വരുന്നത്? π/4 ടു π/2 ആണ് ഇവിടെ ലിമിറ്റ്സ് വരുന്നത്. ഇവിടെയും π/4/π/2 ഈ ലിമിറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. പി എന്ന് പറയുന്നത് p0 r ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ പ്ലസ് PR ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ മൈനസ് π/4, ഓക്കെ, ഡിവൈഡഡ് ബൈ EI. സോറി, നോട്ട് EI, GJ ആണല്ലേ, GJ. ഓക്കെ, GJ ഇൻറ്റു dt/dp0. ഇത് dp0 വിത്ത് റെസ്പെക്ട് ടു dp0 ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടും നമുക്കിവിടെ? r ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ കിട്ടും. ഓക്കെ, ഇൻറ്റു r ഇൻറ്റു ഡി ആൽഫ. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ടിങ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് p0 ഈക്വൽ ടു 0. ഈ p0 എന്ന് പറയുന്നത് എന്തുമായിരുന്നു? നമ്മുടെ ഡമ്മി ലോഡ് ആണെന്ന് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ 0 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ 0 നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ടേം എന്താവും? ഇസ് ഈക്വൽ ടു π/4 ടു π/2 ഇൻറ്റു PR. ഇത് ക്യാൻസൽ ആയിപ്പോവും, ഇത് 0 ആയിപ്പോവും. ഓക്കെ, p0 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് 0 ആയിപ്പോവും. പിന്നെ ഉള്ളത് ഈ രണ്ട് ടേംസ് ആണ്. ഇത് കമ്പൈൻ ചെയ്ത് എഴുതാം നമുക്ക്. PR/EI, ഓക്കെ, PR/EI ഇൻറ്റു സൈൻ ആൽഫ മൈനസ് π/4 ഇൻറ്റു R സൈൻ ആൽഫ ഇൻറ്റു R ഡി ആൽഫ. ഓക്കെ, ഈ ടേം നമ്മൾ എഴുതി. ഇൻ നെക്സ്റ്റ് ഈ ടേം പ്ലസ് π/4 ടു π/2. ഈ ടേം 0 ആയി പോവും. പിന്നെ ബാക്കിയുള്ളതാണ് PR/GJ, ഓക്കെ, ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ മൈനസ് π/4 ഇൻറ്റു R 1 മൈനസ് കോസ് ആൽഫ ഇൻറ്റു R ഡി ആൽഫ. ഓക്കെ ആണല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു, ഇനിയിപ്പം ടേക്കിംഗ് EI/GJ ഈക്വൽ ടു ഗാമ. ഇവിടെ നമ്മൾ EI/GJ ഈക്വൽ ടു ഗാമ ആയിട്ട്
എടുക്കുകയാണ്. ഓക്കെ, ഓൾസോ മൾട്ടിപ്ലൈ ബൈ EI. ഓക്കെ, ത്രൂ ഔട്ട്. അപ്പോൾ എന്താവും നമ്മുടെ ഇക്വേഷൻ? EI ഇൻറ്റു ഡെൽറ്റ ഈക്വൽ ടു, ഇത് പുറത്തെടുക്കുക PR. ഓക്കെ, PR ക്യൂബ് പുറത്തെടുക്കുക. PR ക്യൂബ് ഇൻറ്റു π/4 ടു π/2 ഇൻറ്റു സൈൻ ആൽഫ മൈനസ് π/4 ഇൻറ്റു സൈൻ ആൽഫ ഇൻറ്റു ഡി ആൽഫ. ഓക്കെ ആണല്ലോ. പ്ലസ് PR ക്യൂബ്, ഇവിടെയും PR ക്യൂബ് പുറത്തെടുക്കുക. PR ക്യൂബ് ഇൻറ്റു പിന്നെ വരുന്നത് എന്ത്? EI/GG എന്നുള്ള ടേം വരുന്നുണ്ട്. അത് നമ്മൾ ഗാമ റീപ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ PR ക്യൂബ് ഇൻറ്റു ഗാമ. ഓക്കെ, ലിമിറ്റ്സ് 5/4 ഇൻറ്റു 5/4 ടു π/2 ഇൻറ്റു ഈ ടേംസ് അതേപോലെ എഴുതി വയ്ക്കുക. 1 മൈനസ് കോസ്. ഓക്കെ, ഇവിടെ 1 മൈനസ് കോസ് ആൽഫ മൈനസ് π/4ഉം 1 മൈനസ് കോസ് ആൽഫയും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഈ രണ്ട് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1 മൈനസ് കോസ് ആൽഫ മൈനസ് കോസ് ആൽഫ മൈനസ് π/4 പ്ലസ് കോസ് ആൽഫ മൈനസ് π/4 ഇൻറ്റു കോസ് ആൽഫ കിട്ടും. ഓക്കെ, ഇൻറ്റു ഡി ആൽഫ. ഇത്രയും ടേംസ് നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്നത്? ഈ PR ക്യൂബ് നമുക്ക് കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ EI ഡെൽറ്റ ഡിവൈഡഡ് ബൈ, ഇത് ഇങ്ങോട്ട് വരുമ്പോൾ താഴോട്ട് ഡിനോമിനേറ്ററിലാണ് വരുന്നത്, ബൈ PR ക്യൂബ് ഈക്വൽ ടു π/4 ടു π/2 പിന്നെ ഉള്ളത് സൈൻ ആൽഫ മൈനസ് π/4 ഇൻറ്റു സൈൻ ആൽഫ. ഇത് നമുക്ക് ഇത് എയും ഇത് ബിയും ആയിട്ട് എടുത്താൽ സൈൻ എ സൈൻ ബി ഫോമുല നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, സൈൻ എ സൈൻ ബി ഫോമുല എന്താണ്? സൈൻ എ സൈൻ ബി എന്ന് പറയുന്ന ഫോമുല എന്താണ്? ഹാഫ് ഓഫ് കോസ് എ മൈനസ് ബി മൈനസ് കോസ് ഓഫ് എ പ്ലസ് ബി ആണ് സൈൻ എ സൈൻ ബി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കോസ് എ കോസ് ബി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി. ഓക്കെ, ഈ ഫോമുല നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് സൈൻ എ സൈൻ ബി ഫോമുലയിൽ ചെയ്യുവാണെങ്കിൽ എങ്ങനെ വരും? ഹാഫ് ഓഫ് കോസ് π/4 മൈനസ് കോസ് 2 ആൽഫ മൈനസ് π/4 കിട്ടും. ഓക്കെ, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റു ഡി ആൽഫ. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ഇവിടെയും ഇവിടെ ആസ് യൂഷ്വൽ എഴുതാം. ആദ്യം ഗാമ ഇൻറ്റു PR ക്യൂബ് നമ്മൾ ഇവിടെ എടുത്തായിരുന്നു ഇൻറ്റു π/4 ടു π/2 ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ മൈനസ് ഓഫ് കോസ് ആൽഫ മൈനസ് π/4. ഓക്കെ, പ്ലസ് ഇവിടെ കോസ്, ഇത് എ ഇത് ബി, അപ്പോൾ കോസ് എ കോസ് ബിയുടെ ഫോമുല ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? പ്ലസ് ഹാഫ് ഇൻറ്റു കോസ് 2 ആൽഫ മൈനസ് π/4 പ്ലസ് കോസ് π/4 ഇൻറ്റു ഡി ആൽഫ. ഓക്കെ, ഇത് ഇനി ഫർദർ സിംപ്ലിഫൈ ചെയ്യുക. എങ്ങനെ? വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ്, ഇനി ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. ആദ്യം ഇത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇൻറ്റു ഈ ഹാഫാണ് പുറത്തെടുത്തത്. കോസ് π/4ൻ്റെ ഇൻറ്റിഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 1 എന്നാണല്ലോ അർത്ഥം. അപ്പോൾ ഇൻറ്റിഗ്രേഷൻ ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ആൽഫ ആകുമ്പം ആൽഫയാണ്. അപ്പോൾ ആൽഫ ഇൻറ്റു കോസ് π/4. ഓക്കെ, മൈനസ് ഇതിൻ്റെ ഇൻറ്റിഗ്രേഷൻ. അപ്പോൾ നമുക്ക് ഹാഫ് ഇൻറ്റു സൈൻ 2 ആൽഫ മൈനസ് π/4 കിട്ടും. ഓക്കെ, എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക π/4 ആൻഡ് π/2. ഓക്കെ, പ്ലസ് ഇനി നെക്സ്റ്റ് ഈ ടേം. ഓക്കെ, ഞാൻ പ്ലസ് ഇവിടെ എഴുതാം പ്ലസ്. ഓക്കെ, പ്ലസ് ഗാമ ഇൻറ്റു ആൽഫ
മൈനസ് സൈൻ ആൽഫ, പിന്നെ ഇൻ നെക്സ്റ്റ് ഈ ടേം മൈനസ് സൈൻ ആൽഫ മൈനസ് പൈ ബൈ 4, ഓക്കെ, പ്ലസ് ഈ ടേം ഹാഫ് ഇൻറ്റു സൈൻ 2 ആൽഫ മൈനസ് പൈ ബൈ 4, പിന്നെ ഈ 2 ഡിവൈഡഡ് ബൈ 2, ഓക്കെ, പ്ലസ് ഇതിൻ്റെ ആൽഫ ഇൻറ്റു കോസ് പൈ ബൈ 2 പൈ ബൈ 4 പൈ ബൈ 4 ടു പൈ ബൈ 2 ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. ഓക്കെ ആണല്ലോ. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇ ഐ ഇൻറ്റു ഡെൽറ്റ ഡിവൈഡഡ് ബൈ പി ആർ ക്യൂബ് ഈക്വൽ ടു, ലിമിറ്റ്സ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് പൈ ബൈ 8√2 പ്ലസ് ഗാമ ഇൻറ്റു പൈ ബൈ 4 മൈനസ് 1 പ്ലസ് പൈ ബൈ 8 ഇൻറ്റു 1/√2 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് ഫർദർ ഒരു സ്റ്റെപ്പിലൂടെ നമുക്ക് എഴുതാം. ദിസ് ഈക്വൽ ടു പോയിൻറ്റ്, ഇത് സിംപ്ലിഫൈ ചെയ്യാം, 0.27768 മൈനസ് അതേപോലെ ഈ ടേമും സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 0.063078 ഇൻറ്റു ഗാമ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇതാണ്